ഫ്രം ദ ബിഗിനിങ് ഞാൻ നീതൂസിന്റെ പ്രോഡക്റ്റ് ആണ്. മാം ഇപ്പൊ Okay. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നീതൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് ബോൺ ആണെങ്കിൽ ട്രൂലി ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒത്തിരി നല്ല മനുഷ്യരുണ്ട് മാമിന്റെ ഒപ്പം. ആരും അവരുടെ കാശിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഞാൻ അവരിൽ ഒരാളാണ്, അവരുടെ കുഞ്ഞാണ്, ഞാൻ ജയിക്കണം എന്ന് അവര് കരുതുന്നുണ്ട്. പല അവസരങ്ങളിൽ എന്റെ കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ പറഞ്ഞു ഇല്ലടാ നിന്നെ കൊണ്ട് പറ്റും. അവര് കോൺഫിഡന്റ് ആണ്. കാരണം ഞാനിപ്പോ ഉറപ്പിച്ച് പറയാ, എന്റെ തലയിൽ എന്നാ കളിമണ്ണാണേലും അത് മോൾഡ് ചെയ്ത് ഒരു നല്ല ഒരു ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ അത്ര ഷാർപ്പ് ആക്കാൻ പറ്റുന്ന എന്നെക്കാളും നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ട് മാം. കാരണം മാമിന്റെ ക്ലാസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ പിറ്റേന്ന് എക്സാം എഴുതിയാൽ മതി. കാരണം മാം അത്ര ഇങ്ങനെ ഷാർപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യണ്ട. ഞാൻ മാമിന് പേഴ്സണലി മെസ്സേജ് അയച്ചു, മാം ഞാൻ എന്ത് ചെയ്യണം, ഏറ്റവും അടുത്ത ഡേറ്റ് എടുത്ത് നീ എക്സാം എഴുതുന്ന മാം എനിക്ക് റിപ്ലൈ തന്നത്. കാരണം ഇത്രയും ബിസി ഉള്ള ഒരാൾക്കാർ ആർക്ക് മെസ്സേജ് അയച്ചാലും എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ അവിടെ നിന്ന് ആർക്ക് മെസ്സേജ് അയച്ചാലും ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ അപ്പൊ തന്നെ റിപ്ലൈ വരിക. നമുക്ക് സൊല്യൂഷൻ ഉണ്ട് മാം. അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് പറ്റിയത്. റീഡിങ് എനിക്ക് വിനോദ് സാറിനെ പോലെ തന്നെ പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പുള്ളിയെ എനിക്ക് പേടിയാ, അതേപോലെ റീഡിങ്ങും പേടിയാ. പക്ഷെ ഇപ്പൊ റിസൾട്ട് വന്നപ്പോ എനിക്ക് 400 കിട്ടി. ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുവോ, ഇത്രയും നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോന്ന്. കാരണം ഓരോന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതേപോലെ തന്നെ മാം ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ക്ഷമിച്ചിരുന്ന്, ഇപ്പൊ നമ്മുടെ സംശയം, ഞാനൊക്കെ സംശയം എഴുതി വെച്ച് പോയി ചോദിക്കണ കൂട്ടത്തില, എനിക്ക് ഇങ്ങനെ സംശയമുണ്ട് അത് എഴുതിക്കോട്ടെ. അപ്പൊ ക്ഷമയോടെ കേട്ട് നമുക്ക് പറഞ്ഞു തരുക. എന്നിട്ട് അവസാനവും ക്ലാസ് കഴിയുമ്പോൾ, സൂം കഴിയുമ്പോൾ എല്ലാരും പറയും ഇനി ഡൗട്ട് ഉള്ളവർ ഇരിക്ക്, ബാക്കിയുള്ളവർ പൊക്കോന്ന്. അപ്പോഴും നിങ്ങൾ റെഡിയാണ്, നമുക്ക് വേണ്ടി ടൈം കളയാൻ റെഡിയാണ്. അപ്പൊ പഠിച്ചവന്റെ ഒരു കൃപ കൊണ്ടാണ് ഞാനിങ്ങനെ എന്തോ പറയുന്നത് ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എത്തിയത്. നിങ്ങൾ എല്ലാരും ബ്ലെസ്ഡ് ആണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ ഒത്തിരി പേരുടെ എന്തോ പറയണ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ പിന്നെ സ്ട്രെങ്ത് തരുക. ഞാൻ നീതൂസിനെ മറക്കത്തില്ല, എല്ലാ ട്യൂട്ടേഴ്സിനെയും മറക്കത്തില്ല. താങ്ക് യു സോ മച്ച്. Needus Academy, India's #1 language academy.